നമസ്കാരം. ഇക്കുറി ഈശ്വരന് അങ്ങേയറ്റം സഹാനുഭൂതിയും അതോടൊപ്പം തന്നെ അനുകമ്പയുമൊക്കെ തോന്നിപ്പിച്ച ഒരു പോസ്റ്റാണ് മുൻ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ PP ദിവ്യയുടേത്. ദിവ്യ പറയുന്നു, സത്യം ഉയർത്തെഴുന്നേൽക്കും. ആ പറച്ചിൽ യഥാർത്ഥത്തിൽ ദിവ്യ കുരിശിൽ കടന്ന് പിടഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ കുരിശിൽ കടന്നുള്ള ദിവ്യയുടെ പിടച്ചിൽ ആ പോസ്റ്റിൽ ഉടനീളം തുടക്കം മുതൽ അവസാനം വരെ കാണുന്നതും വ്യക്തമാകുന്നതും ആ കുരിശിൽ കിടന്നുള്ള ദിവ്യയുടെ പിടച്ചിലാണ്. അപ്പോൾ ആ വേദന അല്ലെങ്കിൽ ആ ഒരു പിടച്ചിൽ, അതാണ് സഹജീവികളായ ഓരോ മനുഷ്യനിലും അനുകമ്പയും സഹാനുഭൂതിയും ഒക്കെ ഉളവാക്കേണ്ടത്. ഇവിടെ ദിവ്യ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല. ദിവ്യ യഥാർത്ഥത്തിൽ ഓരോ മലയാളിയുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്നലെ ആ പോസ്റ്റിൽ കാണാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ കേരളത്തിൽ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിൻ്റെ അല്ലെങ്കിൽ ആ പൊതുബോധത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് കേരളത്തിലെ ഓരോ വ്യക്തികളും. അത് ഈ കക്ഷി, രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ, കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, BJPക്കാരനായിക്കോട്ടെ, മുസ്ലിം ലീഗുകാരനായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും ഈ ഒരു പൊതുബോധത്തിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്താണെങ്കിലും മതരംഗത്താണെങ്കിലും സാമുദായിക രംഗത്താണെങ്കിലും എല്ലാവരും ഒരേപോലെയാണ് പ്രതികരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോവിച്ചും വേദനിപ്പിച്ചും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പൊതുബോധം സൃഷ്ടിച്ച ഓരോ വ്യക്തിയും, ആ വ്യക്തിയും കുടുംബത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലും ഇതേ സ്വഭാവം കാണിക്കുന്നു. കുടുംബ കലഹങ്ങളിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെ ഓരോ വ്യക്തിയും ഓരോ മലയാളിയും ഇന്ന് ഈ കുരിശിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ഈ കുരിശിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ ദിവ്യയുടേതുപോലെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ആഗ്രഹവും മോഹവും ഉണ്ടാവും. സ്വാഭാവികമാണ്. കാരണം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുകയും ബോധവാന്മാരാകുകയും ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കുരിശിൽ കിടന്നുള്ള പിടച്ചിലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഈ ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിലർ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി രക്ഷപ്പെടാൻ നോക്കുന്നു, അല്ലെങ്കിൽ സുഖിക്കാൻ നോക്കുന്നു. ചിലർ മദ്യത്തിൽ അഭയം തേടുന്നു. വിവാഹം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ വിവാഹത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഓരോ തലങ്ങളിലും നമ്മളിന്ന് കേരളത്തിൽ നമ്മൾ മാധ്യമങ്ങളിൽ കൂടുന്ന വാർത്തകളെല്ലാം ഈ ജീർണതയും അല്ലെങ്കിൽ ഈ കുരിശിൽ കിടന്നുള്ള പിടപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുടെ ശ്രമങ്ങളും അത് സൃഷ്ടിക്കുന്ന ജീർണതയുമാണ്. അവിടെയാണ് ദിവ്യ ഒരു മലയാളിയുടെ പ്രതിനിധിയാവുന്നത്. കാരണം എല്ലാവരെയും സ്വാധീനിച്ച ഈ പൊതുബോധം സൃഷ്ടിച്ചത് കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ യുക്തിഭദ്രത, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന വളരെ ഉയർന്ന ഉദാത്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ, അവരിലൂടെ കമ്മ്യൂണിസം വന്നപ്പോൾ കേരളം ഏറ്റുവാങ്ങി. പക്ഷേ ആ തത്വശാസ്ത്രം മുന്നോട്ട് വെച്ചത് ഏറ്റവും അപകടകരമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം നമ്മളുടെ സുഖം മറ്റുള്ളവരുടെ കയ്യിലാണ്. വ്യക്തിയെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്നും അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറ്റുകയും മറിച്ച് നമ്മളുടെ സുഖം മറ്റൊരു സങ്കേതത്തിലാണെന്നും അവർ ആ സുഖം കൈവശം വയ്ക്കുന്നവർ ശത്രുക്കളാണെന്നുമുള്ള ഒരു ബോധം. ഇതിലൂടെയാണ് മലയാളിയുടെ വ്യക്തി എന്ന നിലയിൽ ഈ പൊതുബോധ സൃഷ്ടിയിലൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശേഷി, ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയരാനും അതല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാനും അതോടൊപ്പം തന്നെ എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനും സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശേഷിയെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആ കാഴ്ചപ്പാട് മലയാളിയെ ആ ഒരു തോന്നലിൽ നിന്നും പൂർണ്ണമായിട്ടും വിമുക്തമാക്കി കഴിഞ്ഞു. അത് കാരണം എന്ത് ദുരിതം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ളവരിൽ പഴിചാരുക, മറ്റുള്ളവരിലെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുക, അവർ നിമിത്തമാണ് ഈ പ്രശ്നമുണ്ടായത്. അപ്പോൾ എല്ലാം പുറമേ ഉള്ള സാഹചര്യ
മെച്ചപ്പെടുത്തലിലൂടെ മാത്രമേ, അല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ള മെച്ചപ്പെടുത്തലിലൂടെ മാത്രമേ നമുക്ക് സുഖമുണ്ടാവുകയുള്ളൂ എന്നുള്ള പൊതുബോധം ഉണ്ടാവുകയും ചെയ്തു. ഇത് കുടുംബങ്ങളിലേക്ക് വരുമ്പോഴും പ്രശ്നമാകുന്നു, കുട്ടികളിലേക്ക് വരുമ്പോൾ പ്രശ്നമാകുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഏറ്റവും അടുത്ത വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആർക്കും അത് സുഖകരമാകില്ല. കുറ്റപ്പെടുത്തൽ വേദനയായിട്ടാണ് വരുന്നത്. ഈ വേദന എന്ന് പറയുന്നത് ഒരു കുരിശിൽ തറയ്ക്കലാണ്, ചെറിയ കുരിശിൽ തറയ്ക്കലാണ് ഓരോ തവണയും നമ്മൾ ഈ ഏൽക്കുന്ന കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ പഴിചാരലും എന്ന് പറയുന്നത്. നമ്മളെ രാഷ്ട്രീയ പൊതുമണ്ഡലം എടുത്ത് നോക്കുക, അവിടെ എല്ലാം ഈ കുറ്റപ്പെടുത്തലും പഴിചാരലുമാണ്. ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മുടെ ഈ ഒരു വ്യക്തി സ്വാധീനത്തിലേക്ക് വരികയും ഈ ഒരു അവസ്ഥയിലേക്ക് മലയാളി പെടുകയും ചെയ്യും. ഇതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് വ്യക്തി എന്ന നിലയിൽ. കാരണം ഒരു പ്രസ്ഥാനവും വന്ന് മലയാളിയെ രക്ഷപ്പെടുത്താൻ സമീപ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ജീർണതയിൽ നിന്ന്, ഈ പൊതുബോധം സൃഷ്ടിച്ച വ്യക്തിയുടെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ളതാണ് ഓരോ മലയാളിയുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ ഒരു കാരണവശാലും നമ്മൾ എത്ര തന്നെ ലഹരിവേട്ട നടത്തി കഴിഞ്ഞാലും, എത്ര തന്നെ ജുംബ ഡാൻസ് നടത്തി കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. അത് തന്നെയാണ് ദിവ്യയിലും ഇപ്പോൾ കാണുന്നത്. ദിവ്യ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ശ്രമിക്കുമ്പോൾ ഏത് കാരണമാണോ ദിവ്യയെ ഈ കുരിശിലേറ്റിയത്, ദിവ്യ അതിലേക്ക് നോക്കുന്നില്ല. കാരണം നവീൻ ബാബുവിനെ കുരിശിലേറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു ചിന്ത ഏതൊക്കെയോ കാരണങ്ങളാൽ ദിവ്യയുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടുകയും നവീൻ ബാബുവിനെ കുരിശിലേറ്റാൻ തൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവുകയും ആ ശ്രമമാണ് തന്നെ ഈ കുരിശിലേറ്റിയിരിക്കുന്നത് എന്നുള്ള വസ്തുത ദിവ്യ തിരിച്ചറിയുന്നില്ല. അപ്പോൾ മാത്രമാണ് താൻ സൃഷ്ടിച്ച പ്രശ്നത്തിലാണ് താൻ കിടന്ന്, അല്ലെങ്കിൽ താൻ സൃഷ്ടിച്ച കുരിശിലാണ് താൻ കിടന്ന് പിടയുന്നത് എന്ന യാഥാർത്ഥ്യം ദിവ്യയ്ക്ക് മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ ദിവ്യ തൻ്റെ ഉള്ളിലേക്ക് നോക്കേണ്ടി വരും. അവിടെയാണിത് കുരിശിൻ്റെ വഴി വരിക. ആ കുരിശിൻ്റെ വഴിയിലൂടെ വന്നെങ്കിൽ മാത്രമേ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാവുകയുള്ളൂ. മറിച്ച് ഈ കുരിശിലേറാൻ കാരണമായ വഴിയിലൂടെ സഞ്ചരിച്ച് വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ആഗ്രഹത്തിലൂടെ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത്, ദിവ്യ തിരുവനന്തപുരത്തേക്ക് പോകാൻ അദമ്യമായ ആഗ്രഹത്തിൽ എത്തിച്ചേരേണ്ട അത്യാവശ്യമായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്തേക്കുള്ള ബസ്സിൽ കയറി ആവേശപൂർവ്വം യാത്ര ചെയ്താൽ എങ്ങനെയുണ്ടാവും? ആ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എന്താണ് താൻ ഇപ്പോൾ നേരിടുന്ന വിഷയം, ഇപ്പോൾ നേരിടുന്ന പീഡനം എന്താണ്, നോവൽ എന്താണ്, അതല്ലെങ്കിൽ ആ തീവ്രമായ വേദന എന്താണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ദിവ്യയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ. ഇത് ഓരോ മലയാളിയുടെയും മുമ്പിലുള്ള വിഷയമാണ്.